ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യാതിഥിയായുള്ള AEO സാറ്, മാനേജർ, HM, ഇവിടെ സന്നിഹിതരായുള്ള രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കൊച്ചു കലാലയത്തിൻ്റെ 123ാമത് വാർഷികമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗം വളരെയധികം ചൂടുപിടിച്ച ചർച്ചകൾക്കും വികസന നയങ്ങൾക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയുടെ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഏത് വിദ്യാലയങ്ങളെ എടുത്തു നോക്കിയാലും അവിടെയെല്ലാം തന്നെ മികവുറ്റ എല്ലാ ഭൗതിക സൗകര്യങ്ങളോടും കൂടിയാണ് കേരളത്തിലെ വിദ്യാലയങ്ങൾ നിലകൊള്ളുന്നത്. മറ്റു വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ വിദ്യാലയങ്ങളിൽ ആടുമാടുകളെയും കന്നുകാലികളെയും ഒക്കെ വളർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ല നമ്മുടെ ഈ സംസ്ഥാനത്തുള്ളത്. എല്ലാം കൊണ്ടും മികവുറ്റ കഴിവുറ്റ അധ്യാപകരും അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റും വളരെ സുസജ്ജമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കലാലയത്തിലെ വാർഷികാഘോഷം വളരെ ഗംഭീരമായി തന്നെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ ആഘോഷം ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുകളൊന്നും നടക്കാത്ത രൂപത്തിലേക്കുള്ള മികവുറ്റ പരിപാടിയായിട്ട് കഴിഞ്ഞ വർഷത്തെ കലോത്സവം മാറി. എന്നാൽ ഈ വർഷം എല്ലാ വർഷവും ഈ തരത്തിലുള്ള വാർഷികാഘോഷങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ ലളിതമായതും എന്നാൽ വളരെ പ്രൗഢോജ്വലമായിട്ടുള്ള ഒരു സദസ്സിലൂടെ നമ്മൾ നമ്മുടെ എല്ലാ കുട്ടികളെ കൊണ്ടും കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള പരിപാടികൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ ഈ വിദ്യാലയവും അതുപോലെ തന്നെ അതിൻ്റെ രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും ഒക്കെ തന്നെ വളരെയധികം പ്രയത്നിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ കലാലയത്തിൽ ഈ രൂപത്തിലുള്ള വാർഷികാഘോഷങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഇവിടെ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ AEO ഉണ്ട്, മറ്റു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. ആ നിലയ്ക്ക് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ചുരുക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കഴിവുകൾ തുടർന്നും നമ്മുടെ ഈ വിദ്യാലയത്തിനും ഈ സമൂഹത്തിനും ലഭിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു.